എല്ലാവർക്കും ഓൾവേസ് സ്റ്റുഡന്റിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് HSST ഹിസ്റ്ററി എക്സാമിന് ഉപയോഗപ്പെടുന്ന രീതിയിൽ മിഡീവൽ ഇന്ത്യയിൽ നടന്ന പ്രധാനപ്പെട്ട യുദ്ധങ്ങളാണ്. ഇതിന്റെ പാർട്ട് 1 ഓൾറെഡി നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവര് അതൊന്ന് കണ്ടു നോക്കുക. ഇത് സെക്കൻഡ് പാർട്ടാണ്. ഇയർ വൈസ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഇതിന് മുൻപത്തെയൊക്കെ ഫസ്റ്റ് പാർട്ടിലുണ്ട്. അത് ആദ്യം ഒന്ന് കണ്ടു നോക്കുക. അതിനുശേഷം നമുക്ക് ഈ ഒരു വീഡിയോയിലുള്ളത് നോക്കാം. അപ്പൊ നോക്കാം. ആദ്യത്തത് ബാറ്റിൽ ഓഫ് തളിക്കോട്ടയാണ്. നടക്കുന്നത് 1565 തളിക്കോട്ട യുദ്ധം നടക്കുന്ന 1565 ആരൊക്കെ തമ്മിലാണ് യുദ്ധം നടക്കുന്നത്? രാമാരിയും ഡെക്കാൻ സുൽത്താൻസുമാണ് ഈ ഒരു ബാറ്റിൽ ഓഫ് തളിക്കോട്ടയിൽ പങ്കെടുക്കുന്നത്. അപ്പൊ ബാറ്റിൽ ഓഫ് തളിക്കോട്ട 1565 ഡെക്കാൻ സുൽത്താൻമാരും രാമാരിയും തമ്മിലാണ് നടക്കുന്നത്. അടുത്തത് ബാറ്റിൽ ഓഫ് ഹാൽദിഗട്ടി. അപ്പൊ അത് നടക്കുന്നത് 1576 ബാറ്റിൽ ഓഫ് ഹാൽദിഗട്ടി നടക്കുന്നത് 1576 ആരൊക്കെ തമ്മിലാണ് ഈ ഒരു യുദ്ധം നടക്കുന്നത്? മേവാർ റൂളർ ആയിരുന്ന മഹാറാണ പ്രതാപും അതുപോലെ അക്ബറിന്റെ കമാൻഡർ ആയിരുന്ന മാൻസിംഗും തമ്മിലാണ് ഈ ഒരു ബാറ്റിൽ ഓഫ് ഹാൽദിഗട്ടി നടക്കുന്നത്. അപ്പോ മഹാറാണ പ്രതാപും മാൻസിംഗും തമ്മിൽ 1576 ബാറ്റിൽ ഓഫ് ഹാൽദിഗട്ടി നടക്കുന്നത്. ഇവർ രണ്ടുപേരും ആരായിരുന്നു? മഹാറാണ പ്രതാപ് എന്ന് പറയുന്നത് മേവാറിലെ ഭരണാധികാരിയായിരുന്നു. മാൻസിംഗ് ആരായിരുന്നു? മുഗൾ എംപറർ ആയിരുന്ന അക്ബറിന്റെ കമാൻഡർ ആയിരുന്നു മാൻസിംഗ്. അപ്പൊ ഈ രണ്ട് യുദ്ധങ്ങളും ക്ലിയർ ആയെന്ന് കരുതുന്നു. അടുത്തതിലേക്ക് പോവാം. ബാറ്റിൽ ഓഫ് ദേവാർ. ബാറ്റിൽ ഓഫ് ദേവാർ നടക്കുന്നത് 1606 1606 ജഹാംഗീറും മേവാറിലെ അടുത്ത ഭരണാധികാരിയായിട്ടുള്ള റാണ അമർ സിംഗും തമ്മിലാണ് ബാറ്റിൽ ഓഫ് ദേവാർ നടക്കുന്നത്. ബാറ്റിൽ ഓഫ് ദേവാർ 1606 ജഹാംഗീറും മേവാറിലെ റൂളർ ആയിരുന്ന റാണ അമർ സിംഗും തമ്മിലാണ് ബാറ്റിൽ ഓഫ് ദേവാർ നടക്കുന്നത്. അടുത്തത് ബാറ്റിൽ ഓഫ് റോഹില. ബാറ്റിൽ ഓഫ് റോഹില 1621 ജഹാംഗീറും ഗുരു ഹർഗോബിന്ദും തമ്മിലാണ് ഈ ഒരു ബാറ്റിൽ ഓഫ് റോഹില നടക്കുന്നത്. അപ്പോ ജഹാംഗീറും ഗുരു ഹർഗോബിന്ദും 1621 ചെയ്ത യുദ്ധമാണ് ബാറ്റിൽ ഓഫ് റോഹില എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ ഇപ്പൊ നമ്മൾ ഏതൊക്കെ യുദ്ധ പഠിച്ചത്? ബാറ്റിൽ ഓഫ് ദേവാറും ബാറ്റിൽ ഓഫ് റോഹിലയും. അത് രണ്ടും ജഹാംഗീർ നടത്തിയതാണ്. ബാറ്റിൽ ഓഫ് ദേവാർ ആണെങ്കിൽ ജഹാംഗീറും മേവാർ റൂളർ ആയിരുന്ന റാണ അമർ സിംഗും തമ്മില്. ബാറ്റിൽ ഓഫ് റോഹില ആണെങ്കിൽ ജഹാംഗീറും ഗുരു ഹർഗോബിന്ദും തമ്മിലാണ് നടക്കുന്നത്. അടുത്തത് ബാറ്റിൽ ഓഫ് അമൃത്സർ. ബാറ്റിൽ ഓഫ് അമൃത്സറിന്റെ വർഷം 1634 1634 ഷാജഹാനും ഗുരു ഹർഗോബിന്ദും തമ്മിൽ നടക്കുന്നതാണ് ബാറ്റിൽ ഓഫ് അമൃത്സർ. അപ്പൊ ഇനി ഗുരു ഹർഗോബിന്ദിന്റെ രണ്ട് യുദ്ധങ്ങളുണ്ട്. നേരത്തെ പറഞ്ഞത് ബാറ്റിൽ ഓഫ് റോഹില, അത് ജഹാംഗീറും ഗുരു ഹർഗോബിന്ദും ആയിരുന്നു. പിന്നെ 1634 ഷാജഹാനും ഗുരു ഹർഗോബിന്ദും തമ്മിൽ നടക്കുന്ന യുദ്ധമാണ് ബാറ്റിൽ ഓഫ് അമൃത്സർ. അടുത്തത് ബാറ്റിൽ ഓഫ് സമുഗർ. ബാറ്റിൽ ഓഫ് സമുഗർ അത് നടക്കുന്നത് 1658 ആരൊക്കെ തമ്മിലാണ്? ഔറംഗസേബും ദാരാ ഷിക്കോഹും തമ്മിലാണ് ബാറ്റിൽ ഓഫ് സമുഗർ നടക്കുന്നത്. ബാറ്റിൽ ഓഫ് സമുഗർ നടക്കുന്നത് 1658 ഔറംഗസേബും ദാരാ ഷിക്കോഹും. അപ്പോ ദാരാ ഷിക്കോഹും ഔറംഗസേബും തമ്മിൽ 1658 നടന്ന യുദ്ധം ഏതാണെന്ന് ചോദിച്ചാൽ ബാറ്റിൽ ഓഫ് സമുഗർ. നെക്സ്റ്റ് ബാറ്റിൽ ഓഫ് ധർമഡ്. ബാറ്റിൽ ഓഫ് ധർമഡ് നടക്കുന്ന എപ്പോഴാ? സെയിം ഇയർ, നേരത്തെ പറഞ്ഞ 1658 തന്നെ. ആരൊക്കെ തമ്മിലാണ്? ഔറംഗസേബും ദാരാ ഷിക്കോഹും തമ്മിൽ തന്നെയാണ് നടക്കുന്നത്. പക്ഷെ യുദ്ധത്തിന്റെ പേര് മാറി. നേരത്തേത് ബാറ്റിൽ ഓഫ് സമുഗർ ആയിരുന്നു. ഇപ്പോഴാണെങ്കിൽ ബാറ്റിൽ ഓഫ് ധർമഡ്. ആ സ്ഥലം മാറിയതിന്റെയാണത്. അപ്പോ ഇയർ സെയിം, പങ്കെടുത്ത ആൾക്കാരും സെയിം, ബാറ്റിലിന്റെ പേര് വ്യത്യാസമുണ്ട്. ബാറ്റിൽ ഓഫ് ധർമഡും ഉണ്ട്, ബാറ്റിൽ ഓഫ് സമുഗറും ഉണ്ട്. അടുത്തത് ബാറ്റിൽ ഓഫ് പ്രതാപ്ഗർ. ബാറ്റിൽ ഓഫ് പ്രതാപ്ഗർ നടക്കുന്നത് 1659 ആരൊക്കെ തമ്മിലാണ്? ശിവജി മഹാരാജും
അതുപോലെ ബീജാപ്പൂരിലെ ജനറൽ ആയിരുന്ന അഫ്സൽ ഖാനും തമ്മിലാണ് ഈ ഒരു ബാറ്റിൽ ഓഫ് പ്രതാപ്ഗർ നടക്കുന്നത്. 1659 ശിവജി മഹാരാജും അഫ്സൽ ഖാനും തമ്മിലാണ് ബാറ്റിൽ ഓഫ് പ്രതാപ്ഗർ നടക്കുന്നത്. അടുത്തത് ബാറ്റിൽ ഓഫ് സിൻഹാഗാദ്. ബാറ്റിൽ ഓഫ് സിൻഹാഗാദ് എപ്പോഴാണ്? 1670. 1670 ഔറംഗസേബും ശിവജി മഹാരാജും തമ്മിൽ നടക്കുന്നതാണ് ബാറ്റിൽ ഓഫ് സിൻഹാഗാദ്. ബാറ്റിൽ ഓഫ് സിൻഹാഗാദ് ഔറംഗസേബും ശിവജി മഹാരാജും തമ്മിൽ 1670 നടന്ന യുദ്ധമാണ്. അടുത്തത് ബാറ്റിൽ ഓഫ് സരൈഗട്ട്. ബാറ്റിൽ ഓഫ് സരൈഗട്ട് അതെപ്പോഴാ? നെക്സ്റ്റ് ഇയർ 1671 ഔറംഗസേബും ലച്ചിത് ബോർഫുഗാൻ, അതായത് അഹോം കിങ്ഡത്തിലെ രാജാവായിരുന്ന ലച്ചിത് ബോർഫുഗാൻ ആണ് ഔറംഗസേബുമായിട്ട് നടത്തിയ യുദ്ധമാണ് 1671 ബാറ്റിൽ ഓഫ് സരൈഗട്ട് എന്ന് പറയുന്നത്. ഔറംഗസേബും ലച്ചിത് ബോർഫുഗാനും തമ്മിൽ നടക്കുന്ന യുദ്ധം ആണ് ഇത് ബാറ്റിൽ ഓഫ് സരൈഗട്ട് എന്ന് അറിയപ്പെട്ടത്. അടുത്തത് ബാറ്റിൽ ഓഫ് സൽഹേർ. ബാറ്റിൽ ഓഫ് സൽഹേർ നടന്നത് 1672 അപ്പൊ ഈ ഒരു അടുത്തടുത്ത ഇയറുകളിലായിട്ട് കുറെ യുദ്ധങ്ങൾ നടന്നുണ്ട്. അപ്പൊ അതിൽ കൂടുതലും ഇങ്ങനെ ഔറംഗസേബ്, ഷാജഹാൻ അവരുടെയൊക്കെ കാലഘട്ടത്തിലാണ് ഇത് നടക്കുന്നത്. കൂടുതൽ ഔറംഗസേബിന്റെയാണ് കൂടുതലും പഠിക്കാനുള്ളത് നമുക്ക്. ഇതിപ്പോ ബാറ്റിൽ ഓഫ് സൽഹേർ. ബാറ്റിൽ ഓഫ് സൽഹേർ ആരൊക്കെ തമ്മിലാണ് നടന്നത്? ഔറംഗസേബും ശിവജി മഹാരാജും തമ്മിൽ നടന്ന യുദ്ധമാണ് ബാറ്റിൽ ഓഫ് സൽഹേർ 1672. ഇനി 1673 ഔറംഗസേബും ശിവജി മഹാരാജും തന്നെ തമ്മിൽ നടന്ന യുദ്ധമാണ് ഇത് ബാറ്റിൽ ഓഫ് വാനി ഡിൻഡോരി. അപ്പോ 2 യുദ്ധങ്ങളായി ഇപ്പൊ നമ്മള് ഔറംഗസേബും ശിവജി മഹാരാജും തമ്മിൽ ഇവിടെ പറയണ. തൊട്ടു മുൻപ് 1670 ബാറ്റിൽ ഓഫ് സിൻഹാഗാദും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും ഔറംഗസേബും ശിവജി മഹാരാജും ആയിരുന്നു. ഇപ്പൊ നമ്മൾ പറഞ്ഞു വേറെ 2 കൂടി, ബാറ്റിൽ ഓഫ് സൽഹേറും ബാറ്റിൽ ഓഫ് വാനി ഡിൻഡോരി. അപ്പൊ അതിന്റെ ഇയർ വ്യത്യാസമുണ്ട്. നേരത്തെ പറഞ്ഞ ബാറ്റിൽ ഓഫ് സിൻഹാഗഡ് 1670, ഇപ്പൊ പറഞ്ഞ 2 ബാറ്റിൽ ഓഫ് സൽഹേർ 1672, ബാറ്റിൽ ഓഫ് വാനി ഡിൻഡോരി 1673. ഇത് 3 നടത്തുന്നത് ഔറംഗസേബും ശിവജി മഹാരാജും തമ്മിലാണ്. അടുത്തത് ചൈൽഡ്സ് വാർ എന്നറിയപ്പെടുന്ന ഒരു യുദ്ധം നടന്നിട്ടുണ്ട്. ആ ഒരു ഇംഗ്ലീഷ് പേര് കാരണം തന്നെ അത് നമ്മൾ ഓർത്ത് വെക്കേണ്ടത്. അത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് അതിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നത്, പിന്നെ ഔറംഗസേബ്. അപ്പോൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അതുപോലെ ഔറംഗസേബും തമ്മിൽ 1690 നടന്ന യുദ്ധമാണ് ചൈൽഡ്സ് വാർ. അപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ഔറംഗസേബും തമ്മിൽ 1690 നടന്ന യുദ്ധം ചൈൽഡ്സ് വാർ എന്ന പേരിൽ അറിയപ്പെടുന്നു. അടുത്ത് ബാറ്റിൽ ഓഫ് ചംകൗർ. ബാറ്റിൽ ഓഫ് ചംകൗർ 1704. ഓക്കെ, പിന്നെ അടുത്ത സെഞ്ചുറിയിലേക്ക് കടന്നു. 1704 ഔറംഗസേബും ഗുരു ഗോബിന്ദ് സിംഗും തമ്മിലാണ് നടക്കുന്നത്. അപ്പൊ നിങ്ങളിപ്പോ ഈ അടുത്ത് നോക്കി വന്നത് കൂടുതലും ഔറംഗസേബ് പങ്കെടുത്ത യുദ്ധങ്ങളാണ്. ബാറ്റിൽ ഓഫ് ചംകൗർ 1704 ഔറംഗസേബും ഗുരു ഗോബിന്ദ് സിംഗും തമ്മിൽ നടന്ന യുദ്ധമാണ്. അടുത്തത് ബാറ്റിൽ ഓഫ് കർണാൽ 1739 മുഹമ്മദ് ഷാ രംഗീലയും അതുപോലെ നാദിർ ഷായും തമ്മിൽ നടന്ന യുദ്ധം. മുഹമ്മദ് ഷാ രംഗീലയും നാദിർ ഷായും തമ്മിൽ 1739 നടന്ന യുദ്ധമാണ് ബാറ്റിൽ ഓഫ് കർണാൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്തത് ബാറ്റിൽ ഓഫ് മനുപൂർ. അത് 1748 അഹമ്മദ് ഷാ, അതായത് ഒരു ലേറ്റർ മുഗൾ റൂളറാണ്. അഹമ്മദ് ഷാ ദുരാനിയും തമ്മിൽ നടന്നതാണ്. അപ്പൊ അഹമ്മദ് ഷാ ദുരാനിയും തമ്മിൽ 1748 നടന്ന യുദ്ധമാണ് ബാറ്റിൽ ഓഫ് മനുപൂർ എന്നറിയപ്പെടുന്നത്. ഇത് ലാസ്റ്റ് ആണ് തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട്. ആദ്യത്തെ 2 പാനിപ്പട്ട് യുദ്ധങ്ങളും അത് ആരൊക്കെ തമ്മിലാണ്, ഏത് വർഷമാണ് നമ്മൾ ഈ ഒരു സെക്ഷൻ, അതായത് ഈ ഒരു സെഷന്റെ ഫസ്റ്റ് പാർട്ടിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു വീഡിയോ എല്ലാവരും കാണാം. ഇപ്പൊ നമ്മൾ നോക്കുന്നത് തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട് ആണ്. 1761 അഹമ്മദ് ഷാ ദുരാനിയും അതുപോലെ മറാഠാസും തമ്മിൽ നടന്ന യുദ്ധമാണ്. അപ്പോൾ മറാഠാസും അഹമ്മദ് ഷാ ദുരാനിയും തമ്മിൽ 1761 നടന്നതാണ് തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് അഥവാ 3ാം പാനിപ്പത്ത് യുദ്ധം. അപ്പൊ ഇത്രയാണ്
മിഡീവൽ ഇന്ത്യയിൽ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധങ്ങൾ, അതിന്റെ വർഷങ്ങൾ, അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത 2 ഗ്രൂപ്പുകൾ. അപ്പൊ ഇത് HSST എന്ന് മാത്രമല്ല, നമ്മുടെ എല്ലാ PSC എക്സാമിനും ഇതിന്റെ ഈ ഒരു പല യുദ്ധങ്ങളും അതിന്റെ ഇയർ, അതിൽ പങ്കെടുത്ത രാജാക്കന്മാർ, അതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ എല്ലാ എക്സാമിനും നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുന്നതാണ്. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.